നേരെ ഒരുപാടായി മൈബാവും കൊടുത്തു ഇഷ്ടാവും ചെയ്ത് ബസ് ഇറങ്ങി നടന്നതൊക്കെ പേച്ചത്. ആരപ്പീ വന്നിക്കണേ? കേറി വരി. ഇപ്പൊ ഞാനും വിചാരിച്ചു നിങ്ങള് വരുന്നുണ്ടാവൂലേക്കാരെന്ന്. നേരെ ഇർത്താവും ചെയ്തല്ലോ. കൊറച്ചു നേരം വൈകിയേ. ബസ്സാണെങ്കിൽ നേരം വൈകും ചെയ്ത്. പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്നതിന്റെ ഇടയിൽ മഴയും പെയ്ത്. ഇപ്പൊ എത്രാമത്തെ വട്ടാച്ചിട്ട മഴ ചെയ്യണ്. കൊറേ സ്ഥലത്ത് കേറിന്ന് എന്നിട്ട് അങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് നേരം വൈകി. ഞാൻ ലുബിനോട് പറഞ്ഞതേന്ന് ഉമ്മാനോടൊരു വണ്ടി വിളിച്ചിട്ട് വരാൻ പറയുന്നുള്ളത്. ഓൾ ഇന്നോട് പറഞ്ഞീന്നേ വണ്ടി വിളിച്ചിട്ട് വരാന്. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. ബസ്സിന് പോരാണെന്നുണ്ടെങ്കിൽ അത്രക്ക് പൈസയും വേണ്ട, പിന്നെ നല്ല ആളും ഉണ്ടായിട്ടില്ലെന്ന്, നല്ല സുഖമായിട്ട് ഇരുന്ന് പോരും ചെയ്യായിന്ന്. അല്ല ലുബി എവിടെ? ഓളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഓള് നിസ്കരിക്കാണേ. ഇത്രയും നേരം നിങ്ങളെ കാത്തിട്ട് ഇവിടെ നിന്ന്. ഇപ്പൊ അവിടെ നിസ്കരിക്കാൻ കയറിക്കണം. ഇപ്പൊ വരും. ഞാൻ എവിടേക്കെങ്കിലും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെണ്ണിന് ഭയങ്കര പേടിയാണ്. അത് അങ്ങനെ ഒരു സാധന. ഓളൊരു പാവാണ്. അതിനൊരു ബേജാറ് തന്നെയാണ് എപ്പോഴും. ഉമ്മ എപ്പളാ വന്നു? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളേ. അല്ല ഇജ്ജ് എവിടെ കഴിഞ്ഞ? എന്റെ നിസ്കാരം കഴിഞ്ഞാ? ഞാൻ നിസ്കരിക്കുന്നേ. ഞാൻ നിങ്ങളെ ഇത്രയും നേരം കാത്തിരുന്ന്. പിന്നെ ഞാനവിടെ പോയി നേരം വൈകിയപ്പോ. ഇപ്പൊ നിങ്ങളെ രണ്ടാളെ വർത്താനം കേട്ടപ്പോ തോന്നിയേക്കണ് നിങ്ങൾ തന്നെ ഇക്കാരെന്ന്. നിങ്ങള് രണ്ടാളും കൂടി വർത്താനം പറഞ്ഞിട്ട് ഞാൻ കുടിക്കാനുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഞാനും വരമ്മ ചായ എടുക്കാന്. വേണ്ട വേണ്ട. ഇമ്മപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ട് എന്നോട് വർത്താനം വരാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നിക്കണത്. ഇജ്ജ് അവിടെ ഇരുന്നു. ഇന്നത്തെ അടുക്കളത്തെ പണിയൊക്കെ ഞാൻ എടുത്തോളാം. ഇവിടെ ഇരിക്കട്ടാ, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. അല്ല എന്താ എന്റെ മുഖത്തൊരു ക്ഷീണം? എന്റെ പനി ഇതുവരെ മാറിയിട്ടില്ലേ? ഇപ്പൊ ഒരു ക്ഷീണവും ഇല്ല. നിങ്ങളിപ്പോ എന്നെ കൊറേ ദിവസത്തിന് ശേഷം കാണുന്നോണ്ട് എനിക്ക് തോന്നുന്നു. ഒന്നല്ല, നല്ല ക്ഷീണം തന്നെ ഉണ്ട് എന്റെ മുഖത്ത്. അല്ലടി എന്റെ നാത്തും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഓളുടെ അടുത്തുണ്ട്. ഓളുമ്മാനോടൊന്നും മുണ്ടില്ലാച്ചിട്ട് ഉമ്മാക്കൊന്നും തോന്നണ്ടട്ടാ. ഓൾ അങ്ങനെ ഒരു സ്വഭാവമാണ്. ഓളെന്താ എന്നോടും അങ്ങനെ തന്നെ പെരുമാറുന്നത്? എന്നോട് അങ്ങനൊക്കെ തന്നെയാണ്. ഞാൻ വന്നു മുതലേ ഇന്നോക്ക് പറ്റൂല. എന്താ സംഭവം എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാല്, ഇക്കാന്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടല്ലോ, അതും ഇവള് കാരനാണ് ഇവള് പോയിക്കണെന്നാ എനിക്ക് സംശയം നല്ല ഉണ്ട്. ഈ ഒന്നും പറയാൻ നിക്കൊന്നും വേണ്ട. ഞാൻ ഒന്നും പറയണൊന്നുമില്ല. അല്ല എന്നൊക്കെ പരീക്ഷ തുടങ്ങുന്നത്? പരീക്ഷ അടുത്ത ആഴ്ച തുടങ്ങും. ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരാം. പിന്നെ അവിടുന്ന് എക്സാമിന് പോയാ മതിയല്ലോ. എന്നാ ഞാൻ പോന്നോണ്ട് വേഗം. വിരുന്നേത്തിക്ക് ചായ ഉണ്ടാക്കിയേക്കാരല്ലേ? ചൊന്ന് പതുക്കെ പറയറ്റുമ്പോൾ കേക്കൂലേ? എന്തെങ്ങനെ? പിന്നെ പോയിട്ട് ടിന്ന് പോയിട്ട് കുറച്ച് ബേക്കറി ഒക്കെ എടുത്ത് വെച്ചാ കൊലായ്മക്കൾ നടക്കൂടി. ഞാൻ ഈ ചായ ഇട്ടാണ്ട് വരാം. ഇക്കൊന്നും വയ്യ. നിങ്ങളെ പുന്നാര മരുവളോട് പറയും. ഓളമ്മല്ല വന്നിക്കണത്. ഓള് കൊണ്ടുകൊടുത്തോളും. എന്ത് സ്വഭാവാടി എന്റേത്? നമുക്ക് ഒരു കാലത്ത് ഓളേക്കാരൻ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിനും. നോക്കിക്കോളുണ്ട് ചി. പിന്നെ ഓളില്ലെങ്കിൽ ഞാൻ ജയിക്കൂലല്ലോ. ഇനി ബേക്കറി എടുക്കണില്ലെങ്കിൽ വേണ്ട. അത് നടക്കൂട് കൊലായ്മക്ക്. അതിനോട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞോട് പോയിട്ട്. ഇന്നോടല്ലേ ഞാൻ പറഞ്ഞത് പറ്റൂല എന്നുള്ളത്?
പെണ്ണെ അന്റെ ആങ്ങളോട് കുറച്ച് കഴിഞ്ഞാണ്ട് കേറി വരും. ഞാൻ ഓനോട് ഇതൊന്നും പറയണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് നടന്നു വെച്ചി. ഇല്ലാത്തൊരു തള്ളന്നെ. പെണ്ണോട് എന്ത് പറഞ്ഞാലും പെണ്ണു ഇങ്ങനെ തന്നെ. ചായ കൊണ്ടുവച്ചു കൊടുക്കാം. മതി വർത്താനം പറഞ്ഞത് രണ്ടാളും കൂടി. ഇപ്പൊ ഇങ്ങനെ ഫുള്ള് വർത്താനം പറഞ്ഞാ പിന്നൊക്കെ ഒന്നും വേണ്ടേ? ഇങ്ങോട്ട് വരി, ഞാൻ ചായ എടുത്തിട്ടുണ്ട്. ലുബിയ ഉമ്മാനിട്ട് ഇത് വായ. ആ ഉമ്മ വരി, ചായ അടിക്ക. കുടിക്ക്. ആ ആ എല്ലാ ഇജ്ജെന്നാ വന്ന്? ആ ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്. അല്ല അനക്ക് കുട്ടികളൊന്നും ഇല്ലേ? അല്ല ഇവിടെ കുട്ടികളൊന്നും കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചാട്ടാ. അതെ, നിങ്ങൾ ഇന്റെ വിശേഷം തിരക്കാൻ വന്നതാണോ മകളെ കാണാൻ വന്നതാണോ? മകളെ കാണാനാ വന്നിട്ടെന്ന് വെച്ചാലേ മകളെ കണ്ടുകാണ്ടാണ് പോയാ മതി, വേറെ ഉള്ളൊരു കാര്യത്തിൽ ഇടപെടണ്ട. സാധിച്ച് എന്ത് ഇങ്ങനൊക്കെ പറയണത്? ചണ്ടാവത്ത് കുയിക്ക. അങ്ങനെ തന്നെയാണ്. നിങ്ങളാന്നും കാര്യാക്കണ്ട. നിങ്ങളാ ചായ കുടിച്ചു കൂട്ടാണി. അല്ല ഞാൻ ഓളോട് ചോദിച്ചു, നോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നണ്. അതൊന്നും കുഴപ്പമില്ല, ഓളെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നിങ്ങളത് കുടിക്കേ. അല്ല ഷാനു ഇവിടെ? ഓയും കൂടി കണ്ടിട്ട് വന്നോണ്ട് പോവാന്. കൊറേ ആയില്ലോ ഓനൊക്കെ കണ്ടിട്ട്. ഓ രാവിലെ പണിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് പുറത്തു പോയതായിരുന്നു. ലുബിയ ജോലിക്കൊന്ന് വിളിച്ചോക്കാം, എന്നിട്ട് വേണ്ട വരാൻ പറയും. ഇവിടെ കാത്തിരിക്കുന്നുണ്ട് പറയും. എന്നാ ഞാൻ വിളിച്ചോളാം ഇക്കാക്ക്. എന്നാ വേണ്ട, ഓനെന്തേലും തിരക്കിലേക്കാരം. ഞാൻ എന്നാ പിന്നെ കണ്ടോണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഓൻ രാവിലെ പോയിക്കണേ. അപ്പൊ അതിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഇരിക്കണുണ്ടാവും. ഇത് ചെല്ല ഓൾക്ക് വിളിക്ക. ആ ആ അമ്മ എപ്പ വന്ന്? സുഖല്ലേ? ഞാൻ ഇതിപ്പോ ഇവിടെ വന്നിട്ടുള്ളേ. എന്നെ കാണാനിച്ചിട്ട് ഇരുന്നതാണ്. സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ലുബിയെ ഓൾക്ക് ഗ്ലാസ് ചായ എടുത്ത് കൊടുത്താ? എനിക്കിപ്പോ വേണ്ട, നിങ്ങൾ കുടിച്ചൂടി. ഞാൻ പുറത്തുനിന്ന് കുടിച്ചിട്ടാ വന്നത്. അല്ല ഷാനു, അനക്ക് പോവാനൊക്കെ ആയി തുടങ്ങിയോ? പോവാരെ കഴിക്കണേ. ഞാൻ ലീവ് ഇപ്പൊ കുറച്ച് നീട്ടിയിട്ടുണ്ട്. അതെന്തായാലും നന്നായുള്ളൂ. നിങ്ങളെ രണ്ടാളും കല്യാണം ഇപ്പടുത്ത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് നീട്ടിയൊക്കെ നന്നായുള്ളൂ. നിങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരുണ്ടേ. ആണ്ട് ഇതുവരെ വന്നിട്ടും കൂടി ഇല്ലല്ലോ നിങ്ങള്. വരണ്ട്. വരാ കൂടെ സമയം കിട്ടണ്ടേ. ഞങ്ങള് വരണ്ട് രണ്ടാളും കൂടി ഒരു ദിവസം. നിങ്ങള് സംസാരിച്ചിരിക്കെ, ചെറിയ പണിയുണ്ട്. ഇല്ല, ഉമ്മ പോവുകയാണ്. ഇനി അവിടെ എത്തുമ്പോഴത്തേന് നേരം കൊറേ ആവും. ഇനിയിപ്പോ ബസ്സിന് തന്നെ അവിടെ പോട്ടേച്ചിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. ഏതായാലും ഇപ്പൊ വന്നതല്ലേ. ഒന്നും പറഞ്ഞാ പറ്റൂല. എനിക്കാണെന്നുണ്ടെങ്കിൽ കൊറേ ഗുളികയും മരുന്നൊക്കെ കുടിക്കാണ്ട്. അതൊക്കെ അവിടെ വെച്ചിങ്ങാണ്ടാ പോന്നിക്കണത്. ഇനിയിപ്പൊ ഈ നേരത്ത് പോണെങ്ങക്ക് നാളെ രാവിലെ പോയാ പോരെ? നേരത്തെ അയക്കണ ബസ്സിന് കിട്ടുമെന്ന് ആർക്കറിയാം. വാണ്ടേ, നിക്കണില്ല. ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ട എന്തായാലും. എന്നാ ഞാനാണ്ട് ഇറങ്ങട്ടെട്ടാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം.
മോളെ ഉമ്മ പോവാണ്. എന്നാ ഞാനവിടെ പോവാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് അറിയോ? ഈ ജോലും തമ്മിൽ നല്ല ചേർച്ചയിലല്ലാന്ന്. എന്താ ഉള്ളത് തന്നെയാണ് അങ്ങനെ. ഹേയ്, ഞങ്ങൾ തമ്മിലൊരു കുഴപ്പമില്ല അമ്മ. എനിക്ക് തോന്നിയതാണ്. ഇക്ക് തോന്നിയതൊന്നുമല്ല. ഇനി ഉമ്മ ഇങ്ങോട്ട് കേറി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ജീവിക്ക്. ഉമ്മാനെ ഭക്ഷണത്തിലാക്കാനാണ് എന്റെ പുറപ്പാട്. ചെമ്മ ഇങ്ങോട്ട് കേറൂല. എന്താണ് ഉമ്മയും മകളും കൂടി ഒരു സ്വകാര്യൊക്കെ? ഏയ് ഒന്നുമില്ല. ഞാൻ ഓടെ ഓരോന്ന് പറയുന്നു. എന്നാ ഞാൻ അവിടെ പോട്ടെട്ടോ. ആ, ആയിക്കോട്ടെ. ലുബിയെ, ഉമ്മ പോയാൽ എനിക്ക് വിഷമണ്ടാ? എന്നാ എനിക്ക് ഉമ്മാന്റെ കൂടെ 2 ദിവസം നിക്കണമെന്നുണ്ടെങ്കിൽ ഓനോട് ചോദിച്ചിട്ട് ഇജ്ജ് പോയിക്കോ. ഏയ്, അത് വേണ്ടമ്മ. എനിക്കെന്തായാലും എക്സാം അല്ലേ വരുന്നേ. ഞാൻ അന്ന് പോയിക്കൊണ്ടിഞ്ഞ്. അന്റെ ഷാനുവിന്റെയും കാര്യേ അതിന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് പറയാൻ തോന്നിയില്ല. എന്താപ്പ ചെയ്യാ? സാരല്ല, ഇനിയിപ്പൊ എന്റെ ഉമ്മ പറയണ്ട. എനിക്ക് കണ്ടപ്പോ തന്നെ ഒരു പാവം തോന്നിക്ക. നമ്മാന്റെ കുട്ടിയെ ആ ക്ലാസ് ഒന്നാണ്ട് മോരച്ചങ്ങാണ്ട് പോയിട്ട് കണ്ടിട്ട് ചോറുന്നോ. എന്റെ ഉമ്മ നിക്കും വിചാരിച്ചിട്ട് എന്തെല്ലാം ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് അക്കപ്പൊ വെറുതായി. നിങ്ങളൊക്കെ അവിടെ തിന്നോളി. ഇനിയിപ്പോ ഒന്നും വേണ്ട. ഞാൻ പോയി കെടുക്കട്ടെ. ആ, ഞാൻ തിന്നോളാം. ആ, ഓൻക്ക് കൊടുത്താളെ എന്തെങ്കിലൊക്കെ. ഉം ഉം ഇക്കാനോട് എന്തായാലും അല്ലേ ഒന്ന് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലാതെ എത്ര കാണിച്ചിട്ടും അങ്ങനെ ശരിയാവൂല. നാളെ തന്നെ അല്ലേതും പറയണം.